ഗൗരവമുള്ള മറ്റൊരു വാർത്തയിലേക്ക്. ഇസ്രയേലിൽ മലയാളി വെടിയേറ്റ് മരിച്ചു. തുമ്പ സ്വദേശി ഗബ്രിയേലാണ് മരിച്ചത്. വെടിയേറ്റ മറ്റൊരാൾ തിരികെ നാട്ടിലെത്തി. വിശദാംശങ്ങൾ അനന്തകൃഷ്ണൻ നൽകും. അനന്തൻ, ഇത് ഏത് സാഹചര്യത്തിലാണ് വെടിയേറ്റത്? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, തിരുവനന്തപുരം തുമ്പ സ്വദേശി ഗബ്രിയൽ പെരേരയാണ് വെടിയേറ്റ് മരിച്ചത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന അയൽവാസി കൂടിയായ എഡിസന് കാലിന് വെടിയേറ്റ് പരിക്കുണ്ട്. ഈ എഡിസൺ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്, അയാളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അയാളിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ വീട്ടുകാർ അറിഞ്ഞത്. ഇതുകൂടാതെ എംബസിയിൽ നിന്ന് ഔദ്യോഗികമായി ഗബ്രിയൽ പെരേരയുടെ മരണ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശവും ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് മരിച്ചു എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് തെറ്റാണ്. ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ജോർദാൻ സേനയുടെ വെടിയേറ്റ് ആണ് ഗബ്രിയലിന് മരണം സംഭവിച്ചതെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഗബ്രിയലും എഡിസനും അടക്കമുള്ള 4 പേർ ജോർദാനിൽ വിസിറ്റിംഗ് വിസയിലാണ് എത്തിയത്. 3 മാസത്തേക്കുള്ള വിസിറ്റിംഗ് വിസയായിരുന്നു. അവിടുന്ന് നിന്ന് ഒരു ഏജന്റ് മുഖേന ഇസ്രയേലിലേക്ക് കടക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇസ്രയേൽ അതിർത്തിയിലേക്ക് എത്തുമ്പോൾ ജോർദാൻ സൈന്യം ഇവരെ തടഞ്ഞു. തുടർന്ന് ഇവർ സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് തൊട്ടടുത്തുള്ള പാറക്കെട്ടിലേക്ക് ഓടിക്കയറി. ആ സമയത്താണ് ജോർദാൻ സേന വെടിയുതിർത്തത്. ആ വെടിവയ്പിൽ തലയ്ക്ക് വെടിയേറ്റാണ് ഗബ്രിയേൽ മരിച്ചത്. തൽക്ഷണം മരിച്ചു വീണു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എഡിസന് കാലിന് വെടിയേറ്റ് പരുക്കുമേറ്റു. ഉടൻ തന്നെ ജോർദാൻ സേന എഡിസനെ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിനുശേഷം പരിക്ക് ഭേദമായപ്പോൾ എഡിസനെ ഇന്ത്യയിലേക്ക് തിരിച്ച് അയക്കുകയായിരുന്നു ജോർദാൻ. അങ്ങനെയാണ് അയാൾ ഇപ്പോൾ വീട്ടിൽ എത്തിയത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 പേർ അവിടെ ജോർദാനിൽ ജയിലിലായി എന്നും റിപ്പോർട്ടുണ്ട്. മോത്തി. ശരി അനന്തൻ. അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.